കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം അടഞ്ഞ അധ്യായമെന്ന് ജോസ് കെ മാണി മീഡിയ വണിനോട്. ചർച്ചകൾ മാധ്യമ സൃഷ്ടിയെന്നും ജോസ് കെ മാണി പറഞ്ഞു. ജോസഫ് ഗ്രൂപ്പിന് സംരക്ഷണം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടാൽ സംരക്ഷണം നൽകും. സർക്കാരിന്റെ വികസന മുന്നേറ്റം ഉയർത്തിയാണ് ജാഥ നയിക്കുന്നതെന്നും മുഴുവൻ സമയവും ഉണ്ടാകുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, ഇന്ന് ജാഥ തുടങ്ങുകയാണ്. നേരത്തെ ജാഥയിൽ മുഴുവൻ സമയം അവൈലബിൾ ആകില്ല എന്നൊക്കെയുള്ള ഒരു ചർച്ചകളൊക്കെ ഉയർന്നിരുന്നു. എങ്ങനെയാണ് മുഴുവൻ സമയം ഉണ്ടാകുമോ? ജാഥ എന്തൊരു പൊളിറ്റിക്സ് ആയിരിക്കും പങ്കുവെക്കുന്നത്? അല്ല, ഇത് ജാഥയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷം സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ് നടത്തിയത്. ആ വികസന മുന്നേറ്റം നടത്തുമ്പോഴും ഓരോ വികസനത്തിനും നിങ്ങൾ ഏത് വികസനമാണോട്ടെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് 100 ഗണങ്ങളും ചെയ്ത് ഓരോ വികസനത്തിനും പ്രതിപക്ഷം എപ്പോഴും ഒരു പ്രതിഷേധവും സമരവും ഒരു തരത്തിലുള്ള ഒരു കോപ്പറേഷനും ഇല്ലാതെ പോകുമ്പോഴും ഒരു പ്രതിരോധം തീർത്തുകൊണ്ടാണ് ഈ വികസന പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വികസന പദ്ധതികളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ സർവേ നടത്തുന്ന ചോദ്യം ഏത് വികസനമായിരുന്നു വേണ്ടായിരുന്നു എന്ന് പ്രതിപക്ഷം പറയട്ടെ. ജനങ്ങൾക്ക് വേണ്ടാത്തൊരു വികസനം എന്ന് പറയട്ടെ. അപ്പോൾ അവർക്ക് ചൂണ്ടിക്കാണിക്കാം. അത് ചില നല്ല വികസന പദ്ധതികളാണ്, അവർക്ക് സ്വീകരിക്കാം. അപ്പോൾ ഈ വികസന പദ്ധതികളെല്ലാം നമുക്കൊരു നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ലഭിച്ചു. ഇനി വേണ്ടത് ഒരു വികസന പുരോഗതിയിലേക്ക് പോകുക എന്നുള്ളതാണ്. ആ വികസന പുരോഗതിയിലേക്ക് പോകുവാനായിട്ട് ഒരു തുടർഭരണം കൂടി ആവശ്യമാണ്. അത് എന്തൊക്കെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? അതൊരു ജനസമ്പർക്ക പരിപാടിയും കൂടിയായിട്ടാണ് ഈ ജാഥ നമ്മൾ കാണുന്നത്. ഈ ജാഥയിൽ പൂർണ്ണമായും ഉണ്ടാകും എന്ന് സംശയമില്ല. പാർലമെൻ്റ് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ പൂർണ്ണമായും ഈ ജാഥയിൽ അതിനോടൊപ്പം ഉണ്ടാകും. കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും ആ ചർച്ചകൾ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. വിവിധ കോണുകളിൽ നിന്ന് ആ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ച മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ചർച്ച ഉണ്ടെന്ന് അറിയത്തില്ല. അതൊക്കെ ഒരു ക്ലോസ് ചാപ്റ്ററാണ്. പ്രത്യേകിച്ച് ജോസഫ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് 10 സീറ്റ് കൊടുക്കില്ല എന്ന തരത്തിലുള്ള UDFന്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അവർ മുന്നണി വിടുന്ന തരത്തിലും വിവിധ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ഒരു സർവൈവിനെ എങ്ങനെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം കാണുന്നത്? അവർക്കൊരു LDFലേക്ക് ഒരു സ്വാഗതം പറയാനുണ്ടോ? LDFലേക്ക് സ്വാഗതം പറയേണ്ടയാൾ ഞാനല്ല. എങ്കിലും ഞങ്ങളുടെ രക്തത്തിൻ്റെ ഒരു രക്തബന്ധമുള്ളവരാണ് ഇവരൊക്കെ. അവരുടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടോ എന്ന് അവർ പറയട്ടെ. ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് ഒരു സംരക്ഷണം കൊടുക്കാം. അത് ഞങ്ങളുടെ കുടുംബത്തിലേക്കല്ല. കാരണം കുടുംബത്തിലേക്ക് ഒരു വട്ടം ഞങ്ങൾ കയറ്റിയിരുത്തി അതിനകത്ത് മാണിസാറുള്ളപ്പോൾ തന്നെ ആ വിഷമവും പ്രയാസമൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഏതൊക്കെയാലും മറ്റൊരു തരത്തിൽ എന്തെങ്കിലും സംരക്ഷണം വേണം എന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ, നമുക്ക് കൊടുക്കാം. ഇനി ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ജോസ് കെ മാണി മധ്യമേഖല ജാഥ നയിക്കുകയാണ്. UDFിലേക്കില്ല എന്ന കാര്യം അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു. അത് വീണ്ടും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ജോസഫ് വിഭാഗത്തിന് വേണമെങ്കിൽ സംരക്ഷണം നൽകാം എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നൗഫൽ, ഇന്ന് LDFന്റെ മധ്യമേഖലാ ജാഥ തുടങ്ങുകയാണ്. പത്തനംതിട്ടയിൽ വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് ഈ ഉദ്ഘാടന പരിപാടി നടക്കുന്നത്. അതിന് മുന്നോടിയായാണ് ഇന്ന് ജോസ് കെ മാണിയുടെ പ്രതികരണം നമ്മൾ പങ്കുവെക്കുന്നത്. പ്രധാനമായും മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയത്. മുന്നണി മാറ്റമില്ല, മാധ്യമ സൃഷ്ടിയാണ് അത്തരം ചർച്ചകളെന്ന് പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ UDFൽ നടക്കുന്ന ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങളിലും പ്രതികരണം നടത്തി. പ്രത്യേകിച്ച് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ UDFൽ പുരോഗമിക്കുകയാണ്. ജോസഫ് വിഭാഗം നേതാക്കൾ അതിൽ പരസ്യ പ്രതികരണങ്ങളും പ്രതിഷേധവും അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജോസഫ് വിഭാഗത്തിലെ ആളുകൾക്ക്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് UDFലുള്ള ആളുകൾക്ക് അവർക്ക് സുരക്ഷിതത്വം ഒരുക്കണമെങ്കിൽ, അവർക്ക് ഇടം വേണമെങ്കിൽ അത് ഒരുക്കി നൽകാം. അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അത്തരം ഒരു ഇടം ഒരുക്കി നൽകാമെന്നതാണ് ജോസ് കെ മാണി പറയുന്നത്. അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോട് ചേർക്കുകയല്ല, നേരെ മറിച്ച് അവർക്ക് LDFൽ ഒരു സ്ഥാനം ഉറപ്പിക്കാം എന്ന തരത്തിലുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മുമ്പ് പലപ്പോഴും ഒരുമിച്ച് നിന്നപ്പോഴൊക്കെ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ചും പരോക്ഷമായി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരുമിച്ചല്ല, നേരെ മറിച്ച് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ LDFലേക്ക് വരാം എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അത് ക്ഷണിക്കേണ്ടത് ഈ LDFന്റെ നേതൃനിരയിലുള്ള നേതാക്കളാണ്. അവരാണ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തേണ്ടതെന്നും ജോസ് കെ മാണി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും
വികസന രാഷ്ട്രീയം ഉയർത്തിയാണ് തന്റെ ജാഥ നടക്കുന്നത്. വികസന രാഷ്ട്രീയം ആണ് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത്. UDF-ന് അതിനെ എതിർക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും ചോദിക്കുന്നുണ്ട്. കൂടാതെ നേരത്തെ ഈ മധ്യമേഖലാ ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിച്ചിരുന്ന അദ്ദേഹം മുഴുവൻ സമയം ജാഥയിൽ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ആ മുന്നണി മാറ്റ അഭ്യൂഹം നിലനിരുന്ന സമയത്ത് LDF വിടാൻ പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രധാനമായും ചർച്ചയ്ക്ക് വന്നത് മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് മുഴുവൻ സമയം ഉണ്ടാവില്ല എന്നുള്ള ജോസ് കെ മാണിയുടെ പ്രതികരണമായിരുന്നു. അന്ന് അദ്ദേഹം അത്തരത്തിൽ പാർലമെന്റ് നടക്കുന്നതിനാലാണ് അത്തരത്തിലൊരു ആവശ്യമെന്ന് LDF അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നു മുഴുവൻ സമയവും ഈ ജാഥയുടെ ഒപ്പം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ജാഥ ഈ അടുത്ത ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിലും മറ്റ് ഇടുക്കി അടക്കമുള്ള ജില്ലകളിലും കടന്നു പോകും. കേരള കോൺഗ്രസിന്റെ വരവ് LDF-ന് നേരത്തെ 2021 തെരഞ്ഞെടുപ്പിൽ ഗുണകരമായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലൊരു സാഹചര്യം ഒരുക്കുകയാണ് മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനാക്കി ജോസ് കെ മാണി നിശ്ചയിച്ചതിലൂടെ LDF ചെയ്യുന്നത്. എന്തായാലും പ്രത്യേകിച്ച് വികസന രാഷ്ട്രീയവും അതോടൊപ്പം കേരള കോൺഗ്രസ് എതിർവിഭാഗത്തെ ആക്രമിച്ചുമാണ് ജോസ് കെ മാണിയുടെ ജാഥ തുടങ്ങാൻ പോകുന്നത്. ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ നയം വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നു. ജോസ് കെ മാണിയാണ് വിവരങ്ങൾ നൽകിയത്.